മൈനാകം ഫാമിലി വ്ളോഗ്. ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിലാണ്. ഇവിടെ ഇന്ന് അതിവിശിഷ്ടമായ ഒരു ചടങ്ങ് നടക്കുകയാണ്. അത് കാണാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. മണത്തണ ചപ്പാരം ഭഗവതി ക്ഷേത്ര ഭാരവാഹികൾ കുർമാത്തൂർ നമ്പൂതിരിപ്പാടിന്റെ വരവും കാത്തിരിക്കുകയാണ്. രോഹിണി ആരാധനാ നാളിൽ ആലിംഗന പുഷ്പാഞ്ജലി അർപ്പിച്ചതിന് ശേഷം കുർമാത്തൂർ നായിക സ്ഥാനികൻ പിറ്റേന്ന് കാലത്ത് കൊട്ടിയൂർ ക്ഷേത്രത്തിന്റെ ഉപക്ഷേത്രമായ മണത്തണയിലുള്ള കുണ്ടേൻ മഹാവിഷ്ണു ക്ഷേത്രത്തിലും അതിനുശേഷം മണത്തണ ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിലും ആചാരപൂർവ്വം ക്ഷേത്രത്തിലെത്തണമെന്നാണ് പൂർവ്വനിശ്ചയം. കുണ്ടേൻ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ മേൽശാന്തി തിരുമേനിയാണ് നായ്ക്കർ സ്ഥാനികനെ ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിലേക്ക് ആനയിക്കുന്നത്. ഈ രണ്ട് കാറുകളിലാണ് ഇവരിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. സ്വയംഭൂവിനെ ആലിംഗനം ചെയ്ത് നടത്തുന്ന പുഷ്പാഞ്ജലിയാണ് ആലിംഗന പുഷ്പാഞ്ജലി. രോഹിണി ആരാധനാ നാൾക്കാണ് ഈ പുഷ്പാഞ്ജലി നടത്തുക. അത് ഇന്നലെയായിരുന്നു. കുർമാത്തൂർ നമ്പൂതിരി എന്ന നായ്ക്കർ സ്ഥാനികനാണ് ഈ പുഷ്പാഞ്ജലി നടത്തുവാൻ അനുഗ്രഹം ലഭിച്ച ജന്മസ്ഥാനികൻ. അദ്ദേഹമാണ് ഈ വരുന്ന ബ്രാഹ്മണ ശ്രേഷ്ഠൻ. ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് ഇപ്പോൾ നടന്നു വരുന്നത്. ഇന്നലെ ശ്രീ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ മഹാവിഷ്ണുവായും ഇന്നൊരു സാധാരണ മനുഷ്യനായി നടന്നു വരുന്ന ഇദ്ദേഹത്തെ ക്ഷേത്രത്തിലേക്ക് സ്വീകരിക്കാനായി ക്ഷേത്രം ഭാരവാഹികളും ക്ഷേത്രം പൂജാരിയും കാത്തിരിക്കുകയാണ്. ആലിംഗന പുഷ്പാഞ്ജലി എന്ന മഹത് കർമ്മം ലോകത്ത് തന്നെ മറ്റൊരു ക്ഷേത്രങ്ങളിൽ ഉണ്ടോ എന്ന് തന്നെയാണ് സംശയം. അത് നിർവഹിക്കാൻ ദൈവാനുഗ്രഹം കിട്ടിയ ഒരു അസാധാരണ വ്യക്തിയാണ് ഇദ്ദേഹം. ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അദ്ദേഹത്തെ ഭക്തി ആദരപൂർവ്വം എല്ലാവരും തൊഴുകൈകളോടുകൂടി നിന്ന് സ്വീകരിക്കുകയാണ്. മുന്നേ പോയ കുണ്ടേൻ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പൂജാരി ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ കയറി കുർമാത്തൂറിന് തീർത്ഥവും പ്രസാദവും നൽകി. തുടർന്ന് വടക്കിനിയിൽ എത്തിയ നായ്ക്കർ സ്ഥാനികനെ പ്രത്യേക വസ്തുക്കൾ നിറച്ച വായ്പൊതി കെട്ടിയ മൺകുടം സമർപ്പിച്ചു. തുടർന്ന് ക്ഷേത്രം ഊരാളൻ നമ്പൂതിരിപ്പാടിനെ നമസ്കരിച്ച് ദക്ഷിണ സമർപ്പിച്ചു. ചപ്പാരം പൂജാരി കൂടിയായ ഊരാളിന് തിരിച്ചും ദക്ഷിണ നൽകി ദേവിയെ വണങ്ങി നായ്ക്കർ സ്ഥാനികർ മടങ്ങി. ഈ സമയം ക്ഷേത്രത്തിൽ അനേകം ഭക്തർ ദർശനത്തിനായി ഉണ്ടായിരുന്നു. അവരും ഈ ധന്യമുഹൂർത്തത്തിന് സാക്ഷിയാവുകയായിരുന്നു. സതീവിരഹത്തിൽ അതീവ ദുഃഖിതനും കോപാകുലനായ ശിവഭഗവാനെ ആലിംഗനം ചെയ്ത് കോപം ശമിപ്പിച്ച മഹാവിഷ്ണുദേവൻ ഭദ്രകാളിയെ വണങ്ങി അനുഗ്രഹം തേടുന്നതാണ് ഈ ആചാര സങ്കല്പം. മഹാദേവന്റെ പ്രധാന ഉപദേവതയാണ് ചപ്പാരം ഭഗവതി. അക്കരെ ക്ഷേത്രത്തിൽ വാളറയിൽ നിത്യപൂജ നൽകുന്നത് ചപ്പാരം ഭഗവതിക്കാണ്.
ഓക്കെ. Okay.